ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയതാണ്. ഒരാൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്കിവിടെ അടുത്തൊക്കെ മാളുകൾ മാത്രമേ ഉള്ളൂ, ചെറിയ കടകളൊന്നുമില്ല. അപ്പോൾ ഈ മാളിലാണ് നമുക്ക് കടകളുള്ളൂ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ആ മാളിലേക്ക് കയറുമ്പം തന്നെ നമുക്കവിടെ റിലയൻസ് ഡിജിറ്റലിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ വെറുതെ അതിൻ്റെ അകത്തൊന്ന് കയറിയതാണ്, എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഇരുന്ന സെക്ഷനിലോട്ടൊന്നൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ പൈസയൊക്കെ കണ്ടോ, ഇത്രയുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പം നമ്മൾ വെറുതെ ഒന്ന് നോക്കിയതാട്ടോ, നമ്മുടെ കിച്ചണിലത് വെക്കാനുള്ള ഒരു സൗകര്യമില്ല. പിന്നെ ഞങ്ങളിതാ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഇതെവിടെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് ലേഡീസ് സെക്ഷനാണ്. മുന്നേ കാണിച്ചത് ജെൻസ് സെക്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ കുറേ ലേറ്റ് ആയിപ്പോയി ലേഡീസ് സെക്ഷനിലേക്ക് വന്നപ്പം. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല, പിന്നെ വെറുതെ കണ്ടപ്പം കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും സമയം കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ക്ലോസ് ആയി. അപ്പോൾ ഇനി നാളെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങളിത് ഫുഡ് കഴിച്ചിട്ട് പോകാം വീട്ടിലെന്ന് വിചാരിച്ചു. അതപ്പോൾ ഇതാ ഞങ്ങൾ KFC വാങ്ങിച്ചു. പിന്നെ പിസ്സ. ഇത് സിസ്ലേഴ്സാണ്. സിസ്ലേഴ്സ് അത്ര കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഇതാ ചോള ഭട്ടൂര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും പോരായിരുന്നു. സിസ്ലേഴ്സൊക്കെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് കഴിക്കുമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ നോർത്ത് ബാംഗ്ലൂരുണ്ട് സിസ്ലേഴ്സിൻ്റെ ഷോപ്പ്, അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അവിടെ നന്നായിട്ടുള്ളതാണ് കിട്ടുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഇതിൽ നിന്ന് പുക ഇങ്ങനെ പൊന്തി വരണം, അതെല്ലാം ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ഈ സിസ്ലേഴ്സിന്. അതിൻ്റെ കൂടെ കുറച്ച് റൈസ്, നൂഡിൽസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക്, പൊട്ടറ്റോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് സിസ്ലേഴ്സ് കിട്ടുക. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിലുണ്ടായിരുന്ന മസാലയ്ക്കൊക്കെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാബേജ് ഒന്നും വാടിയിട്ടുണ്ടായിരുന്നില്ല. ക്യാബേജൊക്കെ അങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇരിക്കുമായിരുന്നു. അതുപോലെ ചൂടുണ്ട്, പക്ഷെ അവരത് വേറെ എവിടെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതുപോലെയാണ്. സാധാരണ ഈ ഒരു ഇതിൽ തന്നെ അതിൻ്റെ ആ ഒരു തട്ടുണ്ട്, ആ തട്ടിൽ തന്നെ കുക്ക് ചെയ്ത് വേണം നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിസയൊക്കെ കഴിച്ച അവസാനം ഐസ്ക്രീമും കൂടെ ഞാൻ കഴിച്ചു. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഐസ്ക്രീമും കൂടെ കഴിച്ച് ഇവരൊക്കെ ഐസാണ് വാങ്ങിച്ചത്. എനിക്ക് കോൺ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. അപ്പോൾ അത്രയും കണ്ടായി. അപ്പം ഇതെല്ലാവരും പോയി ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായി. അപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു. ഇത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയതിന് ശേഷമാണ് മാളിലേക്ക് വന്നത്. അന്ന് ചർച്ചിൽ 11 മണിക്കായിരുന്നു കുർബാന, സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ലഞ്ചിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം ഭക്ഷണം കഴിച്ചു. അപ്പം ഹസ്ബൻഡ് വാങ്ങിച്ചത് ബിസി ബെളഭാത്താണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ബർഗറും വാങ്ങിച്ചു. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ബർഗർ, ചിക്കൻ ബർഗറാണ്, ചിക്കൻ വോപ്പറാണ് വാങ്ങിച്ചത്. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ, ഫിൽറ്റർ കോഫിയാണ്, അതും കൂടെ കഴിച്ചു. കോഫി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചായക്കടയിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. ചിക്കൻ പോപ്പർ തന്നെ തിന്ന് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പം തൽക്കാലം ഒരു ജോഡിയോ 2 ജോഡിയോ ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ബില്ല് ചെയ്യാൻ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ ബില്ല് ചെയ്തോടെ വരുന്നവിടെ വരെ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഓരോ കമ്മൽ നോക്കി നിൽക്കുവാണ്. അതിനുശേഷം എനിക്ക് ഇതിനു മുന്നേ ഔറേലിയുടെ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എല്ലായിടത്തും പോയിട്ട് അവസാനം ഞാൻ ഈ കടയിൽ തന്നെ വന്നു. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് അവസാനം 2-3 ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ഇച്ചിരി വില കൂടുതലാണ് ഡ്രസ്സിനൊക്കെ. ഇവിടെ ജൂട്ടിൻ്റെ ഐറ്റംസും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മിക്ക ഡ്രസ്സും. പിന്നെ ക്ലോത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ എന്തോ നല്ല പരിപാടി നടക്കുന്നുണ്ട്, ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആൾക്കൂട്ടമാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ആൾക്കാർ വരുന്ന ഒരു മഞ്ഞുമൽ ബോയ്സ് പോകുന്നുണ്ട്. ഈ മാളിലെ തിയേറ്ററിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ പോവാണ്. പൈസ കുറേ പോയെങ്കിലും അപ്പോഴത്തെ ഡ്രസ്സ് ഇച്ചിരി ഒരു കുഞ്ഞു കൂടിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞു കൂടിലിരിക്കുന്ന ഡ്രസ്സിൻ്റെ അത്രയൊക്കെ ആ കവറിൽ എന്തോരം നല്ല വിലയുണ്ട് ഡ്രസ്സിനൊക്കെ. ബ്രാൻഡ് നോക്കി വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് വില വ്യത്യാസം മനസ്സിലാവുക. പിന്നെ ഇത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണേ? ഓക്കെ, ഫോട്ടോ എടുക്കാൻ പോയതാന്ന്.
എന്താണേലും വന്നതല്ലേ, എന്നാൽ 2-3 ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുത്തു. അതിന് ശേഷം അവിടെ നിന്ന് സെക്യൂരിറ്റിനെ കൊണ്ട് ഓരോ ഫോട്ടോ എടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കാപ്പിയും കൂടെ കുടിക്കാമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാപ്പിയും കൂടെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പാർക്കിങ്ങിലോട്ട് മാളിൽ നിന്ന് പുറത്തിറങ്ങി അവസാനം ഇപ്പം നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാളെ ഒരാൾക്ക് സ്കൂൾ തുറക്കും. ഇവിടെ 9th നേരത്തെ CBSEയുടെ 9th സ്റ്റാൻഡേർഡ് വേഗം ഓപ്പൺ ചെയ്യും. അപ്പോൾ അവന് ലഞ്ച് ബാഗ് വാങ്ങിക്കണം. ലഞ്ച് ബോക്സ് ഇപ്പോൾ വാങ്ങണ്ട, ലഞ്ച് ബാഗ് വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് അവിടെ കടയിൽ കയറി ലഞ്ച് ബാഗ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അവസാനം പിന്നെ ഒരു ജൂട്ട് ബാഗാണ് സാധാരണ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ജൂട്ട് ബാഗ് കിട്ടി. പിന്നെ എന്താ വാങ്ങിച്ചേ, ഇതൊക്കെ ഇവരുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മേലത്തെ നല്ല ഡ്രസ്സ്, ചെരുപ്പ്, ഇതുപോലത്തെ ബാഗുകൾ, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, അതുപോലെ തന്നെ കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങൾ, ഇതുപോലത്തെ ടോയ്സ്, അങ്ങനെ ഇതുണ്ട്. ഇത് അതിൻ്റെ ഉൾഭാഗമാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ട സ്റ്റേഷനറി ഐറ്റംസ്, ബോക്സ്, പിന്നെ താഴത്തെ നിലയിലാണെങ്കിൽ നമുക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ്, ബേക്കറീസ്, പുതിയൊരു ബേക്കറിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായത് സപ്പോർട്ടയാണ്. ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.